നീ എൻ ജീവനിൽ അവസാന ഭാഗം. ഹായ്, ഞാനാണ് കാർത്തിക. അപ്പോൾ നീ എൻ ജീവനിൽ എന്ന സ്റ്റോറി അവസാനിക്കുകയാണ്. നാളെ മുതൽ തുടർച്ചയായിട്ടുള്ള ഒരു സ്റ്റോറി വരികയാണ്. രാക്ഷസ താണ്ഡവം. മനോഹരമായ ഒരു പ്രണയകഥയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഈ ചാനലിൽ തന്നെയുള്ള മഴയിൽ പിറന്ന പ്രണയം എന്ന സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ വീണ്ടും എഴുതാനൊരു സന്തോഷം തോന്നുന്നല്ലേ. അപ്പോൾ ആ സന്തോഷം ഒരു കമൻ്റായിട്ട് ഒന്ന് അറിയിക്കണേ. അപ്പോൾ പോകാം സ്റ്റോറിയിലേക്ക്. നീ എൻ ജീവനിൽ. അപ്പോൾ ശ്രീദേവിൻ്റെ ബിസിനസ് തകർന്നു പോകും, അശോക് സിൻഹ പറഞ്ഞു. അത് മാത്രമല്ല, അവൻ തൻ്റെ മുത്തച്ഛൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ തുടങ്ങും. അവൻ്റെ അശ്രദ്ധ അങ്ങോട്ട് മാറും. ആ സമയമാണ് നമ്മൾ വിനിയോഗിക്കേണ്ടത്. ഗൂഢമായ ഒരു ചിരിയോടെ അശോക് സിൻഹ പറഞ്ഞു. വാഗമണ്ണിലെ ബാൽക്കണിയിൽ ശ്രീദേവ് മിണ്ടാതെ നിന്നു. സഞ്ജീവ് പറഞ്ഞു, ഇത് ബിസിനസ് പോരാട്ടം മാത്രമല്ല, ഇത് നിന്റെ കുടുംബത്തിന്റെ മാനത്തിന്റെ പോരാട്ടമാണ്. ശ്രീദേവിന്റെ കണ്ണുകളിൽ ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു. അവൻ എന്റെ മുത്തച്ഛന്റെ പേരിൽ വീണ്ടും കളിക്കാനാണോ നോക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇത് അവസാനിപ്പിക്കേണ്ട സമയം എത്തിയിരിക്കുന്നു. സഞ്ജീവ് അവനെ നോക്കി ചിരിച്ചു. അതെ, ഇത് അവസാനിപ്പിക്കാൻ സമയം എത്തിയിരിക്കുന്നു. എന്നേക്കുമായിട്ട് വേണം ഇത് അവസാനിപ്പിക്കാൻ. അല്ലാതെ വെറുതെ അവസാനിപ്പിച്ചാൽ വീണ്ടും ഇത് കുത്തിപ്പൊക്കും. അതുകൊണ്ട് ഇനി ഇത് അവസാനിപ്പിക്കുമ്പോൾ ഇനിയൊരു പുതിയ തുടർച്ച ഉണ്ടാകരുത്, സഞ്ജയ് പറഞ്ഞു. അത് ശ്രീദേവ് ശരിവെച്ചു. സഞ്ജീവ്, ഇപ്രാവശ്യം നാം ജയിക്കണം എന്നല്ല, അവരെ തിരിച്ചു വരാൻ കഴിയാത്ത വിധം തകർക്കണം. സഞ്ജീവ് ഒന്ന് മൂളി. അതിന് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, അവർ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ തെളിവ് കണ്ടെത്തണം. രണ്ട്, അവർ കുഴിച്ചുമൂടിയ പഴയ സത്യങ്ങൾ അത് പുറത്തു കൊണ്ടുവരണം, സഞ്ജീവ് പറഞ്ഞു. അതെ, ഇതാണ് ശരിയായ സമയം. വീണ്ടും അവന്റെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തു. നാഗേന്ദ്രനെ നിയമപരമായി കൊടുക്കുക, അതാണ് ഒന്നാമത്തെ ഒരു ഘട്ടം. രണ്ടാമത്തേത് അശോക് സിൻഹയുടെ ഗൂഢാലോചനകൾ പുറത്തു കൊണ്ടുവരിക, സഞ്ജീവ് പറഞ്ഞു. അതെ, ഒരിക്കൽ അത് പുറത്തു വന്നാൽ അതോടുകൂടി അവൻ അവസാനിക്കും, ശ്രീദേവ് പറഞ്ഞു. അതെ, ഞങ്ങൾ ട്രക്കിങ്ങിന് പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ശ്രീകുട്ടിയും മറ്റും വന്നു. പക്ഷേ എല്ലാവരും വരണം, അവരുടെ കൂടെ അകത്തേക്ക് വന്ന വിശ്വം പറഞ്ഞു. അതിന് സഞ്ജീവും ശ്രീദേവും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവര് കാര്യമായ എന്തോ ഒരു ഗൂഢാലോചനയിലാണ്, അവരെ നോക്കിക്കൊണ്ട് ദക്ഷ പറഞ്ഞു. അതെ, നിങ്ങൾ പോയിട്ട് വാ, ഞങ്ങള് കുറച്ച് തിരക്കിലാണ്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് മാറിയാ ശരിയാവില്ല, ശ്രീദേവ് പറഞ്ഞു. എന്താണ് പ്രശ്നം? പ്രശ്നം ഗുരുതരമാണോ? റോയ് ചോദിച്ചു. ഇല്ല, ഞങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾ പോയി എൻജോയ് ചെയ്തിട്ട് വാ. പോയിട്ട് വരുമ്പോഴേക്കും ഈ പ്രശ്നം ഞങ്ങൾ കൈകാര്യം ചെയ്ത് തീർത്തോളാം, ശ്രീദേവ് പറഞ്ഞു. എന്നാ ശരി, അങ്ങനെയാകട്ടെ, ഞങ്ങൾ എന്നാ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പുറത്തേക്കിറങ്ങി. ദക്ഷ ശ്രീദേവിനെ നോക്കി. അവളുടെ നോട്ടം കണ്ടതും ശ്രീദേവ് അവളുടെ അടുത്തേക്ക് എത്തി. അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട്, സൂക്ഷിച്ചു പോയിട്ട് വാ, വരുമ്പോഴേക്കും എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർത്തിരിക്കും, ശ്രീദേവ് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. ശ്രീദേവും ദക്ഷയും സംസാരിക്കുന്നത് കണ്ട സഞ്ജീവ് കൂട്ടുകാരോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ശ്രീകുട്ടിയെ ഒന്ന് നോക്കി. താൻ ഒരു പരിഗണനയും അവൾക്ക് കൊടുത്തിട്ടില്ലല്ലോ എന്നോർത്തപ്പോൾ അവന് ചെറുതായി ഒരു വേദന തോന്നി. ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് തീരട്ടെ, എന്നിട്ടാവാം എന്ന് അവനും ചിന്തിച്ചു. അവർ പോയതും വീണ്ടും ശ്രീദേവും സഞ്ജീവും അവരുടെ ജോലിയിലേക്ക് കടന്നു. അതേസമയം നാഗേന്ദ്രൻ വീണ്ടും അച്ഛൻ്റെ ഒപ്പം തന്നെ ഇരുന്ന് സംസാരിക്കായിരുന്നു. സൈബർ കേസ് പ്രശ്നമാകുമെന്ന് തോന്നുന്നു, അവൻ പറഞ്ഞു. അശോക് സിൻഹ ഒന്ന് ചിരിച്ചു. അതൊരു ചെറിയ കാര്യമാണ്, വലിയ കളി അതിനിടയിലുണ്ട്. അവനൊരു ഫയൽ തുറന്ന്, ഇത് നോക്ക്, ഇതിൽ ശക്തിദേവിന്റെ പഴയ കേസിന്റെ പുനർവിചാരണ അപേക്ഷയുണ്ട്. അത് കണ്ടതും നാഗേന്ദ്രന്റെ കണ്ണുകൾ തെളിഞ്ഞു. മാധ്യമങ്ങൾ വീണ്ടും ആ കേസ് തുറക്കാൻ പോവുകയാണ് എന്നുള്ള വാർത്ത ആഘോഷിക്കും, അശോക് സിൻഹ പറഞ്ഞു. അപ്പോൾ ശ്രീദേവിന്റെ കുടുംബത്തിന്റെ നല്ല പേര് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രീദേവ് വേഗം ഇങ്ങോട്ട് പോരും അല്ലേ? നാഗേന്ദ്രൻ ചോദിച്ചു. തീർച്ചയായിട്ടും, ഇനി അവന് ഇരിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കില്ല, അശോക് സിൻഹ പറഞ്ഞു. ട്രക്കിങ്ങിന് പോയ ആളുകളെല്ലാം എത്തിയപ്പോൾ തന്നെ ഒത്തിരി ലേറ്റായി. എല്ലാം നല്ല ക്ഷീണമായിട്ട് വന്നത് കൊണ്ട് തന്നെ ഉടൻ തന്നെ കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ സഞ്ജീവിന്റെ ഫോണിൽ ഒരു വാർത്ത തെളിഞ്ഞു. 20 വർഷം പഴക്കമുള്ള ശക്തിദേവിന്റെ ആ കേസ് തുറക്കാൻ അപേക്ഷ. അവൻ അപ്പോൾ തന്നെ അത് ശ്രീദേവിന് സെൻഡ് ചെയ്തു. ആ ന്യൂസ് കണ്ടതും ശ്രീദേവ് സഞ്ജീവിനെ വിളിച്ചു. ഇത് തന്നെയാണ് അവരുടെ നീക്കം എന്ന് ഞാൻ പറഞ്ഞില്ലേ?
ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ചെയ്യാൻ ഒന്നുമില്ല. തകർക്കണം. എഴുന്നേറ്റ് വരാൻ പറ്റാത്ത രീതിയിൽ. അതിനുവേണ്ടി കാര്യങ്ങൾ എന്താണ് എന്നുവെച്ചാൽ നീ ചെയ്തോ. ആദ്യം അവരുടെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് മാറ്റണം. എന്നിട്ട് വേണം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ, സഞ്ജീവ് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് സഞ്ജീവ് വേഗം സൈബർ കേസ് ഫയൽ ചെയ്യാൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. തെളിവുകൾ എല്ലാം സമർപ്പിച്ചു. പഴയ ബാങ്ക് ട്രാൻസാക്ഷൻസ്, ഇമെയിൽ രേഖകൾ, ഇടനിലക്കാരന്റെ സമ്മതപത്രിക, ഇതെല്ലാം പുറത്തു വന്നാൽ നാഗേന്ദ്ര സിംഹ കുടുങ്ങും. അതെല്ലാം തന്നെ ആളുകളെ വിളിച്ച് സഞ്ജീവ് ഏർപ്പാടാക്കി. ആ സമയം ശ്രീദേവ് സഞ്ജീവിന്റെ റൂമിലേക്ക് വന്നു. ഈ സമയം നാഗേന്ദ്ര സിംഹയുടെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് എത്തിയിരുന്നു. ഒരുപാട് തർക്കങ്ങളും ബഹളങ്ങൾക്കും ഇടയിൽ നാഗേന്ദ്ര സിംഹയെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. അപ്പോൾ മുതൽ അശോക് സിംഹ ഓടി നടക്കുകയായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഈ ഒരു തിരിച്ചടി അവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വെപ്രാളപ്പെട്ട് ഓടി നടക്കുകയായിരുന്നു അശോക് സിംഹ. ശ്രീദേവും സഞ്ജീവും അന്ന് എല്ലാവരുടെയും മുന്നിലേക്ക് അത്യാവശ്യ കാര്യവുമായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നാട്ടിലേക്ക് ഒന്ന് പോകണം. 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ തിരിച്ചെത്തും. എന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. ശ്രീദേവ് പറഞ്ഞതും ദക്ഷ അവനെ നോക്കി. അതെന്താ പെട്ടെന്ന്? ദക്ഷ ചോദിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? റോയ് ചോദിച്ചു. പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു കാര്യത്തിന് വേണ്ടി പോവുകയാണ്. അത് വന്നു കഴിഞ്ഞിട്ട് പറയാം, ശ്രീദേവ് പറഞ്ഞു. ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇറങ്ങുകയാണ്. എല്ലാ കാര്യങ്ങളും വന്നിട്ട് വിശദമായിട്ട് പറയാം. ഇപ്പൊ പറയാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജീവും ശ്രീദേവും അവിടെ നിന്നും പുറപ്പെട്ടു. അവർ പോകുന്നത് കണ്ട ശങ്കർ, നോക്കിക്കേ, ഒരമ്മ പെറ്റ അളിയന്മാരെ പോലെ നടക്കുന്നത്. അവൻ പറയുന്നത് കേട്ട് എല്ലാവരും ചിരിച്ചു. ശ്രീകുട്ടി ദക്ഷയെ നോക്കി. ദക്ഷ അവളെ 2 കണ്ണും ചിമ്മി കാണിച്ചു. അന്ന് രാത്രിയോടെയാണ് ശ്രീദേവും സഞ്ജീവും വില്ലയിലെത്തിയത്. തന്റെ വില്ലയിൽ കൂടാമെന്ന് പറഞ്ഞ് ശ്രീദേവ് സഞ്ജീവിനെ അവന്റെ വില്ലയിലേക്ക് ക്ഷണിച്ചു. അന്ന് നാളത്തേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം 2 പേരും ചെയ്തു വെച്ചിട്ടാണ് കിടന്നത്. രാവിലെ കോടതിയിലേക്ക് സഞ്ജീവാണ് ആദ്യം വന്നത്. കൂടെ അഭിഭാഷകനും ലീഗൽ ടീം, മീഡിയ എല്ലാം. എല്ലാവരും കൗതുകത്തോടെയാണ് അവരെ നോക്കിയത്. നിമിഷങ്ങൾക്ക് ശേഷം നാഗേന്ദ്രൻ അവന്റെ അഭിഭാഷകനുമായി എത്തി. ആ സമയം സഞ്ജീവിന്റെ കണ്ണുകളും അശോക് സിംഹയുടെ കണ്ണുകൾ തമ്മിലും കൂട്ടിമുട്ടി. ഒരു വെല്ലുവിളി പോലെ. കേസ് തുടങ്ങി. ജഡ്ജ് ഇരുന്നു. കേസ് നമ്പർ വിളിച്ചു. കോടതി നടപടികൾ ആരംഭിച്ചു. സഞ്ജീവിന്റെ അഭിഭാഷകൻ എഴുന്നേറ്റു. യുവർ ഓണർ, ഇത് സാധാരണ ബിസിനസ് തർക്കമല്ല. ഇത് സൈബർ ക്രൈം, ഡാറ്റ മോഷണം, കോർപ്പറേറ്റ് ചാരവൃത്തി എന്നിവയുമായി ബന്ധപ്പെട്ട കേസാണ്. കോടതി മുഴുവൻ നിശബ്ദമായി. തെളിവുകൾ. അവൻ സ്ക്രീനിൽ ഒരു വീഡിയോ പ്ലേ ചെയ്തു. CCTV ഫുട്ടേജ്. നാഗേന്ദ്രൻ സഞ്ജീവിന്റെ ഓഫീസിൽ കയറി നടക്കുന്നത്, ഡ്രോയറുകൾ തുറക്കുന്നത്, സിസ്റ്റത്തിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്നത്. അത് കണ്ടതും നാഗേന്ദ്രന്റെ മുഖം മാറി. അടുത്തതായി സെർവർ ലോഗുകൾ, IP അഡ്രസ്, ലോഗിൻ ശ്രമങ്ങൾ, ഡാറ്റ ഡൗൺലോഡ്, റെക്കോർഡുകൾ. ഈ IP നാഗേന്ദ്ര സിംഹയുടെ നെറ്റ്വർക്കാണ്, അഭിഭാഷകൻ പറഞ്ഞു. കോടതിയിൽ ചർച്ചകൾ ഉയർന്നു. അവസാന പ്രഹരം എന്നതുപോലെ സഞ്ജീവിന്റെ വക്കീൽ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. യുവർ ഓണർ, ഇത് ഞാൻ പറയുന്നതല്ല, ഡിജിറ്റൽ തെളിവുകളാണ് പറയുന്നത്. അവൻ അവസാന ഫയൽ തുറന്നു. അത് നാഗേന്ദ്രൻ ഈ ഡാറ്റ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തതിന്റെ തെളിവ്. സ്ക്രീനിൽ ഇമെയിൽ റെക്കോർഡുകൾ തെളിഞ്ഞു. നാഗേന്ദ്രൻ തന്റെ അഭിഭാഷകനെ നോക്കി. ഇതെല്ലാം ഫേക്കാണ്, അവൻ പറഞ്ഞു. പക്ഷേ അവന്റെ ശബ്ദത്തിൽ ആത്മവിശ്വാസമില്ലായിരുന്നു. ജഡ്ജി കുറച്ചു നിമിഷം ഫയലുകൾ പരിശോധിച്ചു. നാഗേന്ദ്ര സിംഹ, ജഡ്ജിയുടെ ശബ്ദം മുഴങ്ങി. നിങ്ങൾക്കെതിരെ സൈബർ ക്രൈം, ഡാറ്റ മോഷണം, കോർപ്പറേറ്റ് ചാരവൃത്തി എന്നിവയുടെ പ്രാഥമിക തെളിവുകളുണ്ട്. നാഗേന്ദ്രന്റെ ഹൃദയം ശക്തമായി ഇടിച്ചു. അതിനാൽ കൂടുതൽ അന്വേഷണം പൂർത്തിയാകുന്നത് വരെ നിങ്ങൾ അന്വേഷണ ഏജൻസികളുമായി സഹകരിക്കണം. ഒരു നിമിഷം അവിടെ നിശബ്ദമായി. ആവശ്യമായാൽ അറസ്റ്റിന് വഴിയൊരുങ്ങും, ജഡ്ജ് പറഞ്ഞു. കോടതി കഴിഞ്ഞു. മീഡിയ ആളുകൾ പുറത്ത് കാത്തുനിന്നു. സഞ്ജീവ് സർ, ഇത് നാഗേന്ദ്രന്റെ അവസാനമാകുമോ? സഞ്ജീവ് ശാന്തമായി പറഞ്ഞു. ഇത് തുടക്കം മാത്രമാണ്. ആ സമയമാണ് നാഗേന്ദ്രൻ പുറത്തേക്കിറങ്ങിയത്. അവന്റെ കണ്ണുകളിൽ കോപം കത്തിയിരുന്നു. അവൻ ഫോൺ എടുത്തു. ഇതിവിടെ തീരുന്നില്ല, അവൻ അച്ഛനോട് പറഞ്ഞു. അശോക് സിംഹയുടെ ശബ്ദം ശാന്തമായിരുന്നു. ഇതിനുള്ള തിരിച്ചടി ഞാൻ നൽകിയിരിക്കും. സിംഹ പല്ല് കടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു. അന്നു മുതൽ നാഗേന്ദ്ര സിംഹയ്ക്കും അശോക് സിംഹയ്ക്കും എതിരെ പരാതികളുടെ പ്രവാഹം തന്നെയായിരുന്നു. സഞ്ജീവും ശ്രീദേവും അവർക്കെതിരെ രംഗത്ത് വന്നു എന്നറിഞ്ഞ്
അവർക്കെതിരെ പല വമ്പന്മാരും കേസുമായിട്ട് മുന്നോട്ട് വന്നു. 2 ദിവസം കഴിഞ്ഞു. കോടതി വീണ്ടും കേസ് വന്നു. ഇപ്രാവശ്യം നേർക്കുനേർ വന്നത് ശ്രീദേവും അശോക് സിൻഹയുമായിരുന്നു. നിർണായകമായ ഒരു നിമിഷമായിരുന്നു. പ്രൊസീഡ്. ശ്രീദേവിന്റെ അഭിഭാഷകൻ എഴുന്നേറ്റു. യുവർ ഓണർ, ഇതൊരു കുടുംബത്തിന്റെ മാനത്തെ തകർക്കാൻ ശ്രമിച്ച 20 വർഷത്തെ ഗൂഢാലോചനയുടെ കഥയാണ്. സ്ക്രീൻ ആദ്യമായി ഫയൽ തുറന്നു. പഴയ ബാങ്ക് ഇടപാടുകൾ, ഇടനിലക്കാരന്റെ രേഖകൾ, വ്യാജ അക്കൗണ്ട്, ഇവയെല്ലാം അശോക് സിൻഹയുടെ നെറ്റ്വർക്കിലേക്ക് എത്തുന്നു. അടുത്തതായി പഴയ ഇമെയിൽ സംഭാഷണങ്ങൾ, അശോക് സിൻഹയുടെ നിർദ്ദേശങ്ങൾ. റെക്കോർഡ് മസ്റ്റ് ബി ഓൾട്ടേഡ്. കോടതിയിൽ ചെറു ശബ്ദം ഉയർന്നു. അവസാന തെളിവുമായി സഞ്ജീവ് മുന്നോട്ട് വന്നു. ആ തെളിവുകൾ സഞ്ജീവ് ശ്രീദേവിന്റെ വക്കീലിന് കൊടുത്തു. യുവർ ഓണർ, അവൻ പറഞ്ഞു, ഇത് വെറും ഡാറ്റ അല്ല. അവൻ വീഡിയോ പ്ലേ ചെയ്തു. ഒരു പഴയ റെക്കോർഡിംഗ്, ഇടനിലക്കാരൻ സമ്മതിക്കുന്ന വീഡിയോ. ആ രേഖകൾ അശോക് സിൻഹയുടെ നിർദ്ദേശപ്രകാരം മാറ്റിയതാണ്. ആ വാക്കുകൾ കേട്ട നിമിഷം കോടതിയിൽ അശോക് സിൻഹ ഞെട്ടി. അശോക് സിൻഹയുടെ മുഖം മാറി. അവൻ അഭിഭാഷകനെ നോക്കി. പക്ഷേ ഈ പ്രാവശ്യം വാക്കുകളില്ല. ജഡ്ജി കുറച്ചു നിമിഷം മിണ്ടാതെയിരുന്നു. പിന്നെ ശബ്ദം മുഴങ്ങി. ഹാജരാക്കിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശക്തിദേവിന് എതിരായ മുൻപത്തെ ആരോപണങ്ങൾ തെറ്റായവയാണ് എന്ന് കോടതി കണ്ടെത്തുന്നു. അതുമാത്രമല്ല, ആ വ്യാജ തെളിവുകൾ സൃഷ്ടിച്ചതിന് അശോക് സിൻഹ ഉത്തരവാദിയാണ്. അതുകൊണ്ട് ശക്തിദേവ് ഈ കേസുകളിൽ നിന്നും പൂർണ്ണമായി മോചിതനായിരിക്കുന്നു. അവരുടെ കുടുംബത്തിനുണ്ടായ മാനഹാനിക്കും സാമ്പത്തിക നഷ്ടത്തിനും പരിഹാരം നൽകാൻ കോടതി ഉത്തരവിടുന്നു. ഒരു നിമിഷം ശ്രീദേവിന്റെ കണ്ണുകൾ അടഞ്ഞു. അവന് മുത്തച്ഛന്റെ മുഖം ഓർമ്മ വന്നു. അശോക് സിൻഹയെ അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവിടുന്നു. പോലീസ് മുന്നോട്ട് വന്നു അയാളെ പിടിക്കാൻ. സ്റ്റോപ്പ്! നാഗേന്ദ്രൻ മുന്നോട്ട് ഓടി വന്നു. ഇത് തെറ്റാണ്, അവൻ വിളിച്ചു പറഞ്ഞു. ഇതെല്ലാം പ്ലാൻ ചെയ്തതാണ്. അവൻ സഞ്ജീവിന് നേരെ തിരിഞ്ഞു. നീ ഇതെല്ലാം ചെയ്തതാണ്. നാഗേന്ദ്രൻ സഞ്ജീവിന്റെ അടുത്തേക്ക് വന്നു. കണ്ണുകളിൽ കോപം. ഞാൻ നിന്നെ നശിപ്പിക്കും. സഞ്ജീവ് ശാന്തമായി നിന്നു. നീ എൻ്റെ കൂടെ കൂടിയതും നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നില്ലേ? സഞ്ജീവ് ചോദിച്ചു. നാഗേന്ദ്രൻ സഞ്ജീവിനെ തല്ലാൻ ശ്രമിച്ചു. പോലീസ് ഇടപെട്ടു. നാഗേന്ദ്ര സിൻഹയ്ക്ക് എതിരെയും കേസുണ്ട്. പോലീസ് അവനെയും പിടിച്ചു. അവൻ കുതറാൻ ശ്രമിച്ചു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നാഗേന്ദ്രൻ ചോദിച്ചു. ആ സമയം ശ്രീദേവ് മുന്നോട്ട് വന്നു. നിന്റെ എല്ലാ കളികളും ഇവിടെ അവസാനിച്ചു, ശ്രീദേവ് പറഞ്ഞു. അച്ഛനും മോനും പുറത്തിറങ്ങാൻ ഇനി കുറെ സമയമെടുക്കും. ഇറങ്ങുമ്പോൾ അടുത്ത കേസ് ഞാൻ തരാം. അതുകൊണ്ട് കോടതിയിൽ നിന്നും ജയിലിൽ നിന്നും ഇറങ്ങാൻ ഇനി സാധ്യത കുറവാണ്, ശ്രീദേവ് പുച്ഛത്തോടെ പറഞ്ഞ് സഞ്ജീവിന്റെ അടുത്തേക്ക് ചെന്നു. സഞ്ജീവിന്റെ തോളിലൂടെ കൈയിട്ട് പിടിച്ചു. അത് കണ്ട നാഗേന്ദ്രന്റെയും അശോക് സിൻഹയുടെയും കണ്ണുകൾ കൂർത്തു. ഇത് നമ്മുടെ ജയമാണ്. അല്ല, ഇത് നീതിയാണ്. ഇനി നമുക്ക് സന്തോഷമായിട്ടും സുഖമായിട്ടും ജീവിക്കാം അല്ലേ? ശ്രീദേവ് സഞ്ജീവിനോട് ചോദിച്ചു. ശ്രീദേവ് ചെറു പുഞ്ചിരിയോടെ തന്നെ തലയണക്കി. മുത്തച്ഛനെ വിളിച്ച് അവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. മുത്തച്ഛനും ഒത്തിരി സന്തോഷമായി. തറവാട്ടിലേക്ക് എല്ലാവരോടും എത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞു. മുത്തച്ഛൻ വിളിച്ചു. വാഗമണിന്റെ ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വരും ഒരുമിച്ച്. വന്നു കഴിഞ്ഞാൽ കുറച്ച് വിവാഹങ്ങൾ നമുക്ക് നടത്താനുണ്ട് ആഘോഷമായിട്ട്. ശ്രീദേവ് സഞ്ജീവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്ത് വേണമെങ്കിലും ആവാം, എന്റെ മക്കളെയും കൊണ്ട് വേഗം ഇങ്ങോട്ട് വന്നാൽ മതി. മുത്തശ്ശന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിക്കൊണ്ട് മുത്തശ്ശി പറഞ്ഞു. ശ്രീദേവും സഞ്ജീവും അവിടെ നിന്നും തിരിച്ച് വാഗമണിലേക്ക്. ന്യൂസിലൂടെ എല്ലാ കാര്യങ്ങളും ഇതിനോടകം ദക്ഷയും കൂട്ടരും അറിഞ്ഞിരുന്നു. അവരും ശ്രീദേവിന്റെയും സഞ്ജീവിന്റെയും വരവിനായി കാത്തിരിക്കുകയാണ്. അന്ന് അവരവിടെ എത്തിയതും ആഘോഷമായിരുന്നു. മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ സഞ്ജീവ് ശ്രീകുട്ടിയെ ചേർത്ത് പിടിച്ചു. ദക്ഷയുടെയും ശ്രീദേവിന്റെയും ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. സായുജ് സഞ്ജീവിനെ വന്ന് കെട്ടിപ്പിടിച്ചു. വീണ്ടും അവിടെ ഒരു സഹോദര സ്നേഹം തുടങ്ങുകയായിരുന്നു. വാഗമണ്ണിലുള്ള ആ കുറച്ച് ദിവസങ്ങൾ അവരെല്ലാവരും ആഘോഷത്തിന്റെ ആയിരുന്നു. ഇത്രയും ദിവസവും ഉണ്ടായിരുന്ന സ്ട്രെസ് എല്ലാം മാറ്റിവെച്ച് ആഘോഷത്തോടെ അവർ വാഗമണ്ണിൽ നിന്നും യാത്ര തിരിച്ചു തറവാട്ടിലേക്ക്. തറവാട്ടിലെത്തി എല്ലാവരും സഞ്ജീവിന്റെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. സഞ്ജീവിന്റെ വീട്ടില് മുത്തച്ഛൻ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിരുന്നു. സഞ്ജീവിന്റെയും ശ്രീകുട്ടിയെയും വിവാഹം തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവരുടെയും വിശ്വത്തിന്റെയും റോയിയുടെയും ശങ്കറിന്റെയും വിവാഹം നടത്താൻ തീരുമാനമായി. ശ്രീകുട്ടിയും സാരംഗിയും ശ്രാവണിയും ഭാനുപ്രിയയും അവരുടെ പ്രണയ സാക്ഷാത്കാരത്തിനുള്ള കാത്തിരിപ്പിലായിരുന്നു. ശരണ്യയുടെയും അഥർവിന്റെയും വിവാഹം കുറച്ച് കഴിഞ്ഞ് നടത്താമെന്ന് തീരുമാനിച്ചു.
ശരണ്യ പഠനം പൂർത്തിയാക്കി കമ്പനിക്കാര്യങ്ങൾ നോക്കി നടത്തി കഴിവ് തെളിയിച്ചതിന് ശേഷം മാത്രമേ വിവാഹം നടത്തൂ എന്ന് ശ്രീദേവ് പറഞ്ഞതും അവൾ ശ്രീദേവിനെ ദേഷ്യത്തോടെ നോക്കി. ദുഷ്ടൻ, ഞാൻ ഒളിച്ചോടും, അവൾ പറഞ്ഞു. ആരുടെ ഒപ്പം? അടുത്ത് നിന്ന് ദക്ഷ ചോദിച്ചു. എന്റെ ചെക്കൻ്റെ ഒപ്പം. അതിന് അവൻ സമ്മതിക്കോ? ശ്രീകുട്ടി ചോദിച്ചതും ഇല്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും നോക്കും, അവൾ പറഞ്ഞു. അത് കേട്ടതും അഥർവ് അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. പിന്നെ അവിടെ ഒരു കൂട്ട ചിരിയായിരുന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? അപ്പോൾ സ്റ്റോറി അവസാനിച്ചു. നാളെ മുതൽ പുതിയ സ്റ്റോറി തുടങ്ങാണ്. രാക്ഷസ താണ്ഡവം. നായകന്റെ പേരും നായികയുടെ പേരും ഇപ്പൊ പറയണോ? വേണ്ട അല്ലേ? അപ്പൊ സ്റ്റോറി നാളെ മുതൽ തുടങ്ങും. അപ്പോ കേട്ട് നോക്ക് ആരാണ് അതിലെ രാക്ഷസൻ എന്ന്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.